വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഭൂമിശാസ്ത്രത്തിന്റെ അസ്തിത്വം എന്ന് വിളിക്കപ്പെടുന്ന ദാദ്ര നഗർ ഹവേലിയെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പടിഞ്ഞാറ് ഇന്ത്യയിലെ ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഒരു ജില്ലയാണ് ദാദ്ര ആൻഡ് നാഗർ ഹവേലി. ഇത് രണ്ട് വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ അസ്തിത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. മഹാരാഷ്ട്രയ്ക്കും ഗുജറാത്ത് സംസ്ഥാനങ്ങൾക്കും ഇടയിൽ 1 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നാഗർ ഹവേലി ഗുജറാത്തിനാൽ ചുറ്റപ്പെട്ട ദാദ്രയിലെ ചെറിയ എൻക്ലേവ്. ദാദ്ര നഗർ ഹവേലിയുടെ ഭരണ ആസ്ഥാനമാണ് സിൽവാസ. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1783 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ പോർച്ചുഗീസുകാരാണ് ദാദ്രയും നഗർ ഹവേലിയും ഭരിച്ചിരുന്നത്. 1954 ഈ പ്രദേശം ഇന്ത്യാനുകൂല സേനകൾ പിടിച്ചെടുത്തു. 1961 ദാദ്ര ആൻഡ് നാഗർ ഹവേലി എന്ന കേന്ദ്രഭരണ പ്രദേശമായ ഇന്ത്യയിലേക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമായി ലയിക്കുന്നതിന് മുമ്പ് സ്വതന്ത്ര ദാദ്ര ആൻഡ് നഗർ ഹവേലി എന്ന യഥാർത്ഥ സംസ്ഥാനമായി ഭരിച്ചു. 2020 ജനുവരി 26 ദാദ്ര ആൻഡ് നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്ന പുതിയ കേന്ദ്രഭരണ പ്രദേശം രൂപീകരിക്കുന്നതിനായി ഈ പ്രദേശം അയൽ രാജ്യമായ ദാമൻ ആൻഡ് ദിയുമായി ലയിപ്പിച്ചു. ദാദ്ര നാഗർ ഹവേലി പ്രദേശം പിന്നീട് 3 ജില്ലകളിൽ ഒന്നായി മാറി. പുതിയ കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നാഗർ ഹവേലി ജില്ല. ദാദ്ര നഗർ ഹവേലിയുടെ വിസ്തീർണം 491 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ്. ഇതിന്റെ ജനസാന്ദ്രത 698 ചതുരശ്ര കിലോമീറ്റർ ആണ്. പ്രധാന തെക്കൻ പ്രദേശത്തിന്റെ വിസ്തൃതി മലനിരകളാണ്. പ്രത്യേകിച്ച് വടക്കും കിഴക്കും സഹ്യാദ്രി പർവ്വതനിരകളിൽ ചുറ്റപ്പെട്ടതാണ്. ഭൂമിയുടെ മധ്യഭാഗത്തെ ഏക്കൽ പ്രദേശം ഏതാണ്ട് സമതലമാണ്. മണ്ണ് ഫലഭൂയിഷ്ടവും സമൃദ്ധവുമാണ്. വടക്ക് പടിഞ്ഞാറൻ ഘട്ടത്തിലെ ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളുടെ ചുറ്റുപാടിലാണ് ദാദ്രയും നാഗർ ഹവേലിയും സ്ഥിതി ചെയ്യുന്നത്. തെക്ക് മരങ്ങളും മറ്റു വരണ്ട സീസണിലെ ഇലപൊഴിയും മരങ്ങളും ഇതിന്റെ സവിശേഷതയാണ്. ദാദ്ര ആൻഡ് നഗർ ഹവേലിയിലെ കാലാവസ്ഥ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു സാധാരണ സമുദ്ര കാലാവസ്ഥയാണ്. ദാദ്രയിൽ ദാദ്ര ടൗണും മറ്റു 2 ഗ്രാമങ്ങളും ഉൾപ്പെടുന്ന ദാദ്ര താലൂക്കിന്റെ ആസ്ഥാനമാണ് ദാദ്ര. നാഗർ ഹവേലിയിൽ സിൽവാസ പട്ടണവും മറ്റ് 68 ഗ്രാമങ്ങളും ഉൾപ്പെടുന്ന നാഗർ ഹവേലി താലൂക്കിന്റെ ആസ്ഥാനമാണ് സിൽവാസ. 2004 ദാദ്ര ആൻഡ് നാഗർ ഹവേലിയുടെ മൊത്ത സംസ്ഥാന ആഭ്യന്തര ഉൽപാദനം നിലവിലെ വിലയിൽ $218 മില്യൺ ആണ്. അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ 66% ഉൾപ്പെടുന്ന കൃഷിയാണ് പ്രദേശത്തിന്റെ അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനം. കൃഷി ചെയ്യുന്ന മൊത്തം ഭൂവിസ്തൃതി 236.27 ചതുരശ്ര കിലോമീറ്റർ ആണ്. അതായത് മൊത്തം ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയുടെ 48% 12,000 ഏക്കറാണ് അത്യുൽപാദന ശേഷിയുള്ള വിളകളുടെ വിസ്തൃതി. സമ്പദ് വ്യവസ്ഥയുടെ മറ്റൊരു പ്രധാന സംഭാവന ഉൽപാദന വ്യവസായങ്ങളാണ്. തൊഴിലവസരങ്ങൾ പ്രതിവർഷം 5% എന്ന തോതിൽ വർദ്ധിച്ചു വരികയാണ്. 2011 സെൻസസ് പ്രകാരം ദാദ്ര ആൻഡ് നാഗർ ഹവേലിയിൽ 3,43,709 ജനസംഖ്യയുണ്ട്. ഇത് ഇന്ത്യയിലെ മൊത്തം 640 ജില്ലകളിൽ 566-ാം റാങ്ക് നൽകുന്നു. ഗോത്ര വിഭാഗങ്ങൾ ജനസംഖ്യയുടെ വലിയൊരു ഭാഗമാണ്, അതായത് 62%. 2011 സെൻസസ് പ്രകാരം യുടിയിലെ 1,37,225 പട്ടികവർഗക്കാരിൽ 3,796 ക്രിസ്ത്യാനികൾ ഒഴികെ മിക്കവാറും എല്ലാവരും ഹിന്ദുക്കളായിരുന്നു. ഈ പ്രദേശം കൈവശമുള്ള പ്രമുഖ ജാതികൾ രജപുത്രർ, അഹിമുകൾ, ചമ്മർ, മഹർ കൂടാതെ ബന്ധപ്പെട്ട ജാതികൾ എന്നിവയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.